എന്നിട്ട് നിങ്ങൾ ആ ചളിക്കുണ്ട് തന്നെ നിന്നുകൊണ്ട് പറയാണ്, ഓൻ പറഞ്ഞത് തെറ്റാണ്, മറ്റോൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ തെറ്റിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന ആ ചളിക്കുണ്ടുണ്ടല്ലോ, ആ ചളിക്കുണ്ടില് ഇതും ഇതിനപ്പുറവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങളെ ഉമ്മുമ്മ കഥകളും അതുപോലെ മായാവി കഥകളും ഡിങ്കൻ, കബീഷ്, കുട്ടൂസൻ, ഗരുഡൻ, ശിക്കാരി ശംഭു പോലെയുള്ള കഥകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ CM മടവൂര് ലോകം മുഴുവൻ നിയന്ത്രിക്കണമെന്നാണ്. CM മടവൂര് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് എഴുതി വെച്ചപ്പോ മനസ്സിലാക്കണം, അവിടെ ബദ്രീങ്ങൾ അടങ്ങുന്ന ആ റസൂലുള്ള അടക്കമുള്ള ബദ്രീൻ അവർക്ക് 1000-ഓളം ആളുകളെ നിയന്ത്രിക്കാൻ 14 സ്വഹാബികളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയ ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാള് അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് ഇതിനിടയ്ക്ക് കുരുവട്ടൂരികളുടെ ആളായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു, ഒരു ബദരീങ്ങളെക്കാൾ, അതായത് 313 ബദരീങ്ങൾക്ക് പകരം ഈ ഒരു ഷെയ്ഖുനാകുന മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടിയിരുന്നു. ഇപ്പോൾ പേരോട് അത് തിരുത്തി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പേരോടിനോടൊക്കെ പറയുവാനുള്ളത്, നിങ്ങളൊക്കെ പണ്ട് ചെയ്തു വെച്ചിരുന്ന ചില കാര്യങ്ങൾ, പണ്ട് പറഞ്ഞു വെച്ചിരുന്ന ചില വിവരക്കേടുകൾ, കുഫർ, ഷിർക്ക് കലരുന്ന ഷിർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ചില വാക്കുകൾ, അത് കാരണം കൊണ്ട് നിങ്ങൾ പറഞ്ഞു വെച്ചതൊന്നും അതൊന്നും തിരുത്തപ്പെടാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ കഴിയില്ല. പേരോട് പറയുമ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് അള്ളാഹു, എന്താണ് അള്ളാഹുവിൻ്റെ ഹബീബ്, എന്താണ് ഭൗതികം, എന്താണ് അഭൗതികം, എന്താണ് മലക്ക്, ജിന്ന്, എന്താണ് ഔലിയ, എന്താണ് വിലായത്ത്, എന്താണ് റിസാലത്ത്, എന്താണ് നുബുവത്ത്, എന്താണ് കറാമത്ത് എന്നൊക്കെ പഠിച്ച യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇതെല്ലാം മനസ്സിലാക്കിയ ആളുകൾക്ക് നിങ്ങളുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. മറ്റൊരു കാര്യം, പേരോടിനെ കുറച്ച് കാണിക്കുകയല്ല. പേരോട് പറയുമ്പോൾ പേരോട് നിങ്ങളുടെ SYS പുറത്തിറക്കിയ കുത്തുബുല്ലാലത്തിൽ ഇതിലേക്കും വലുതുണ്ടല്ലോ, എന്താണ് നിങ്ങൾ പറയാത്തത് എന്നാണ് നൗഷാദ് ഹസനി ചോദിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം അല്ലേ? നൗഷാദ് ഹസനി ചോദിക്കുന്നത് കേൾക്കാം. മടവൂര് ശൈഖുന കാലഘട്ടത്തിലെ അൽ കുതുബ. അപ്പൊ ഒരു പറയാണെന്ത്, ബദരീങ്ങളെ, ഗൗസുൽ-ആലമിനെ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ, ഒക്കെ നല്ല തന്നെ. ഇനി എന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പോരെങ്ങക്ക് എന്നെ വിളിച്ചാൽ തന്നെ ഞാനത് ശരിയാക്കി തരൂലേ. എന്താണോ അതിന് പ്രശ്നം? നിങ്ങളാ ഇതിയ കുത്തുബുൽ-ആലം എടുക്ക്. മൂപ്പരുടെ ആ ഭാഷ നിങ്ങൾ കേട്ടോ, എന്താണ് അതിൽ പ്രശ്നം എന്നുള്ള ആ ഒരു തരത്തിലാണ് ചോദിക്കുന്നത്. അത് ചോദിപ്പിച്ചത് ആരാണ്? കേൾക്ക്. ഇതൊന്നും പോലെ തലീക്ക് തന്നെ ഇട്ട് കൊടുക്കണം. മൂപ്പര് പാടിയതല്ല ഇവിടെ, നിങ്ങൾ എഴുതിയത് കുത്തുബുൽ-ആലം എന്നുള്ള ബുക്കാണിത്. പുറത്തിറക്കിയത് SYS ആണ്. CM സെന്റർ മടവൂരാണ് പ്രസിദ്ധീകരണം. ആമുഖം എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ്. ഇതിന്റെ 196-ാമത്തെ പേജിൽ കുത്തുബുൽ-ആലം എന്നൊരു അധ്യായമുണ്ട്. അതിൽ കാണാം, ശൈഖുനയുടെ നിർദ്ദേശപ്രകാരം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ നടത്താറുള്ള മൗലിദും ദുആയും ഒരിക്കൽ വല്ലാതെ നീണ്ടു. ഓർമ്മയിലുള്ള എല്ലാ ഗുരുവര്യന്മാരുടെയും പേർക്ക് ഹദിയ ചെയ്ത് ഫാത്തിഹ 200 കവിഞ്ഞു. ആളുകൾ ഇങ്ങനെ ഫാത്തിഹ ഓതാണ്, അമ്പിയാവിനും ബദരീങ്ങൾക്കും ഔലിയാക്കൾക്കും ഒക്കെ. അതാ ശൈഖുന സദസ്സിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശൈഖുന ബാബുവിനെ വിളിച്ചു. ബാബു, ഇന്ന് വല്ലാതെ നീണ്ടല്ലോ, നമുക്കിത് 21 ചുരുക്കാം, 200-നെ 21 അപ്പൊ എല്ലാ ഔലിയാക്കളും ഇല്ലേ, പേടിക്കണ്ട. മഹാൻ പറയാണ്, അവസാനത്തെ വിളി എന്റെ പേർക്ക് അതിങ്ങനെ വിളിച്ചോ. കുത്തുബുൽ-ആലം റഈസുസ്സാഹിദീൻ മിൻ മശാരിഖിൽ അർദി ഇലാ മഗാരിബിഹാ ശൈഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാർ. അത് മതി എല്ലാറ്റിനും, അത് മതി എല്ലാറ്റിനും, അത് മതി. അത് ശൈഖ് മടവൂരാണ്. ഒക്കെ തുടങ്ങും നിങ്ങളെ തലീക്കന്നാണ് വരും ചെയ്യും. നീ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അടുത്ത് തരാം.
ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ അടുത്തത് തരാം എന്നാണ് പറയുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന ആ ചളിക്കുണ്ടുണ്ടല്ലോ, ആ ചളിക്കുണ്ടിൽ ഇതും ഇതിനപ്പുറവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ സൂഫി കഥകളുമായി നടക്കുന്ന നൗഷാദ് ഹസനിക്കും അതുപോലെയുള്ള കുരുവട്ടൂരികൾക്ക് പറ്റിയ ചില കാവ്യങ്ങളും കഥകളും പദ്യങ്ങളും ഗദ്യങ്ങളും ഇതൊക്കെ ഇന്ന് നിങ്ങൾ നിലകൊള്ളുന്ന ചളിക്കുണ്ടിലുണ്ട്. അത് തിരുത്തി പറയാതെ ഏതെങ്കിലും ഒരു ഖുറാഫി പാട്ട് പാടിയെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമാണ്, എന്നാൽ നിങ്ങൾ ഈ കാര്യം തിരുത്തുമ്പോൾ ഇത് നമ്മളുടെ ഹാരിസ് മദനി തിരുത്താൻ വന്നിരുന്നു. ഹാരിസ് മദനി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ്, മണ്ണാർക്കാട് ടൗണിൽ ഹനഫി മസ്ജിദിലെ ഖത്തീബാണ്, ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. അദ്ദേഹവും ഇതുപോലെ ഇതൊക്കെ തിരുത്തിയിരുന്നു. എനിക്കൊരാൾ വിളിച്ചു പറഞ്ഞു, ആ ഹാരിസ് മദനിയോടൊന്ന് പറയണം, ഇത് തിരുത്തിയപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തിരുത്താൻ അതൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹാരിസ് മദനിയുടെ നല്ലൊരു തൗഹീദ് പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം കയ്യിലിരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞത് AP വിഭാഗത്തിൻ്റെ ആണെങ്കിലും വേണ്ടില്ല, EK വിഭാഗത്തിൻ്റെ ആയാലും വേണ്ടില്ല, ഇതുപോലെയുള്ള തലയെക്കെട്ട് കെട്ടിയ മൊയ്ലിയാക്കന്മാർ, അത് കാന്തപുരമാകട്ടെ, പേരോടാകട്ടെ, പൊന്മളയാകട്ടെ, ആര് തന്നെയാണെങ്കിലും യഥാർത്ഥ തൗഹീദിലേക്ക് നിങ്ങൾക്ക് മടങ്ങണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ചളിക്കുണ്ടിൽ നിന്നും നിങ്ങൾ ആ ചളിക്കുണ്ടിനെ തള്ളിക്കളയണം. അതിൽ നിന്നും കരകയറാത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരിക്കലും മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കുഫറിനെയും ഷിർക്കിനെയും ബിദ്അത്തിനെയും തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ആ ചളിക്കുണ്ടിൽ തന്നെ നിന്നുകൊണ്ട് പറയാണ്, ഓൻ പറഞ്ഞത് തെറ്റാണ്, മറ്റോൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ ആ തെറ്റിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ മുൻപ് പറഞ്ഞു വെച്ച തെറ്റുകൾ നിങ്ങളുടെ ഒപ്പമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അപ്പോൾ SYS പുറത്തിറക്കിയ കിതാബിലത്തെ കുത്തുബുൽ-ആലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പകരം ഞാൻ മതിയെന്ന് കുത്തുബുൽ-ആലം പറഞ്ഞു. അതെന്ത് കുത്തുബുൽ-ആലാണ്? അത് മാനസിക രോഗമല്ലേ? അല്ലേ? അത് മാനസിക രോഗമായിരുന്നു. അയാൾ വലിയല്ലായിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് വേണ്ട ഒരു ക്വാളിറ്റിയും അയാൾക്കില്ലായിരുന്നു എന്നുള്ളത് താങ്കൾ വിളിച്ചു പറയാത്ത കാലത്തോളം, അല്ലേ? അതൊന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. അപ്പോഴുള്ളത് എന്താന്ന് പൂർണ്ണമാകുക. 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയുണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാള് അങ്ങനെ ചിന്തിച്ചാൽ, അപ്പൊ 313 ബദരീങ്ങളെക്കാളും വലിയുണ്ടായി. ഏത് വലിയാണ്? അല്ല, അത് പറയണല്ലോ, അന്ന് കേട്ടോക്കാ നിങ്ങൾ. മടവൂര് ശൈഖുന കാലഘട്ടത്തിലെ അൽ ഖുതുബ. അപ്പൊ ഒരു പറയാണെന്ത്, ബദരീങ്ങളെ, ഗൗസുൽ-ആലമിനെ ഒക്കെ നിങ്ങൾ വിളിച്ചോളൂ, ഒക്കെ നല്ല തന്നെ. ഇനി എന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പോരെങ്ങക്ക്, എന്നെ വിളിച്ചാൽ തന്നെ ഞാനത് ശരിയാക്കി തരൂലേ. എന്താണോ അതിന് പ്രശ്നം? മനസ്സിലായില്ലേ? അത് ഏതൊരു വലിയല്ല, നിങ്ങളൊക്കെ കുത്തുബുൽ-ആലം തന്നെയാണ്. പറയും അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ, ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഇനി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഇവിടെ കുത്തുബുൽ-ആലം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നൊന്തില്ല. നിങ്ങളുടെ ആ ഒരു മർക്കസും SYSും അതുപോലെയുള്ള സകല ഗുലാബി അലവലാദികളുമുള്ള ആ ഒരു കേന്ദ്രത്തിൽ നിന്ന് കുത്തുബുൽ-ആലം, ഞാനാണ് ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുത്തുബുൽ-ആലം, അയാള് അങ്ങനെ പറഞ്ഞത് എഴുതി വെച്ചപ്പോൾ, പൊന്മളയാണ് അതിന് അവതാരികയോ ആമുഖമൊക്കെ എഴുതിയിട്ടുള്ളത്, താങ്കൾ അടക്കം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം എഴുതി വെച്ചപ്പോൾ എന്തേ ഈ ചിന്ത അപ്പോൾ പോകാറുന്നത്? കാര്യം ഈ ലോകം മുഴുവനും അല്ല, മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള അബുദർ എന്ന സ്ഥലത്ത്, ബദർ നടന്ന സ്ഥലത്ത്, അവിടെ 1000-ഓളം വരുന്ന ആ ഒരു പോരാളികളുണ്ടല്ലോ, ഓലെ നിയന്ത്രിക്കാൻ കഴിയാതെ 14 സ്വഹാബികൾ അവിടെ ഷഹീദായി. അവിടെ ജയം ഉണ്ടായോ, വിജയം ഉണ്ടായോ, പരാജയം ഉണ്ടായോ, അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച. ആ 1000-ഓളം ആളുകൾ ഏത് ലോകത്തിന്റെ മുഴുവൻ വേണ്ട, മക്ക മുഴുവൻ വേണ്ട, മദീന മുഴുവൻ വേണ്ട, അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു സ്ഥലത്തൊരു പ്രദേശത്ത് ബദർ യുദ്ധം ഉണ്ടായപ്പോൾ ഈ 1000-ഓളം ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ എന്ത് ഈ കുത്തുബുൽ-ആലം എന്ന് പറയുന്ന ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആള് അല്ലേ? ഇവിടെ പറഞ്ഞത് CM മടവൂര് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നാണ്. CM മടവൂര് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് എഴുതി വെച്ചപ്പോ മനസ്സിലാക്കണം,
അവിടെ ബദ്രീങ്ങൾ അടങ്ങുന്ന ആ റസൂലുള്ള അടക്കമുള്ള ബദ്രീൻ അവർക്ക് 1000-ഓളം ആളുകളെ നിയന്ത്രിക്കാൻ 14 സ്വഹാബികളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമാണ്, അതിലൊന്നും തെറ്റില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പറഞ്ഞോടത്ത് നിൽക്കുക. അല്ലാണ്ട് നിങ്ങളെ ഉമ്മൂമ്മ കഥകളും അതുപോലെ മായാവി കഥകളും ഡിങ്കൻ കബീഷ് കുട്ടൂസൻ ഗരുഡൻ ശിക്കാരി ശംഭു പോലെയുള്ള കഥകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെയൊക്കെ ആകും എന്നുള്ളത് പേരോടും മനസ്സിലാക്കുക. പേരോട് നിൽക്കുന്നത് ചളിക്കൊണ്ട് തന്നെയാണ്. പേരോടെ രക്ഷപ്പെട്ട വേണമെങ്കിൽ ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ ആയിട്ട് പോയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.